Good morning. Good morning. കേൾക്കാൻ പറ്റുന്നില്ലേ? ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? നമ്മളൊരു ഇന്റർവ്യൂവിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെ, ഡോട്ട്സ് എന്നുള്ള പോയിന്റ്സ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്? ഒരു സെലക്ഷൻ ഇന്റർവ്യൂവില് നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. ഡോൺസ്. നമ്മളൊരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജാഗ്രത പാലിക്കണം. നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഡ്രസ്സിംഗ് കാഷ്വലി. കാഷ്വൽ ആയിട്ടുള്ള സാധാരണ വസ്ത്രം ധരിക്കരുത് അല്ലെ. നമ്മളൊരു ഇന്റർവ്യൂവിന് നമ്മൾ പോകുമ്പോൾ, ഇന്റർവ്യൂവിന് തയ്യാറാകുമ്പോൾ നമ്മൾ എന്താ സാധാരണ വസ്ത്രം ധരിക്കരുത്. അതപ്പോ നമുക്ക് എന്താണ് അതിനെ റിഫ്ലക്ട് ചെയ്യുന്ന? അൺസീരിയസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ജോബ് പൊസിഷൻ. ജോബ് പൊസിഷനോട് ഒരു അൺസീരിയസ് ആയിട്ടുള്ള, നമുക്ക് അത്ര സീരിയസ് അല്ലാത്ത ഒരു മനോഭാവമാണ് നമ്മൾ സാധാരണ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നതിൽ പ്രകടമാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള വസ്ത്രം ധരിക്കരുത്. Candidates must be dressed. എങ്ങനെയുള്ള ഡ്രസ്സ് വേണം ധരിക്കാൻ? ഫോർമലി അല്ലെ, ഫോർമൽ ആയിട്ടുള്ള ഡ്രസ്സ് വേണം ധരിക്കാനായിട്ട്. രണ്ടാമത്തെ പോയിന്റ്, വൈലേറ്റിംഗ് ദ ഇന്റർവ്യൂവേഴ്സ് പേഴ്സണൽ സ്പേസ്. ഒരു ഇന്റർവ്യൂവറിന്റെ പേഴ്സണൽ സ്പേസിനെ അതിക്രമിച്ച് കയറരുത്, അല്ലെങ്കിൽ അതിനെ ലംഘിക്കരുത്, വൈലേറ്റ് ചെയ്യരുത് അല്ലെ. അതിന്റെ ആ ഇന്റർവ്യൂവറിന്റെ പേഴ്സണൽ സ്പേസ് അതിനെ മറക്കരുത്, ഹിൻഡറിങ്, അതിനെ തടസ്സപ്പെടുത്തരുത്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ. പിന്നെ അടുത്തത്, മിസ്ട്രീറ്റിംഗ് ദ സപ്പോർട്ട് സ്റ്റാഫ്. സപ്പോർട്ട് സ്റ്റാഫിനോട് ഒരു മോശമായി പെരുമാറാൻ പാടില്ല. ലോവർ ലെവൽ സ്റ്റാഫിനോട് എന്താ ഒരു മോശമായ രീതിയിൽ പെരുമാറാൻ പാടില്ല. The candidates then should not mistreat any person and must pay respect to everyone in the office. എല്ലാവരോടും, ഓഫീസിലുള്ള എല്ലാവരോടും ബഹുമാനത്തോടു കൂടി തന്നെ പെരുമാറണം. Then അടുത്തത് നാലാമത്തെ പോയിന്റ് എന്താ? സ്റ്റാൻഡിങ് ഔട്ട് ഫോർ ദ റോങ് റീസൺസ്. തെറ്റായ കാരണങ്ങളിൽ നിൽക്കരുത് അല്ലെ. നമ്മള് നോർമൽ സാധാ രീതിയിൽ തന്നെ സംസാരിക്കണം. നമ്മള് ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള റോങ് റീസൺസിലൊന്നും ഉറച്ചു നിൽക്കരുത്. ഹെവി മേക്കപ്പുകൾ ധരിക്കരുത്, അധികം ജ്വല്ലറി ഉപയോഗിക്കരുത്, നിയോൺ കളേഴ്സ് ക്ലോത്ത്സ് അല്ലെ, ഒത്തിരി ഡാർക്ക് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കരുത്, ഹാർഡ് സ്മെല്ലിംഗ് പെർഫ്യൂംസ് ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്. അപ്പോ അതൊക്കെ എന്ന് പറഞ്ഞാൽ HR മാനേജറിന് ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമാണ് അത്. അഞ്ചാമത്തെ പോയിന്റിൽ പറഞ്ഞത് ഗെറ്റിംഗ് പേഴ്സണൽസ്. നമ്മൾ ഒത്തിരി എന്താ പറയാ, ഒത്തിരി പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ സംസാരിക്കരുത്. അപ്പോൾ asking questions, the candidates must answer in general manner. ജനറൽ ആയിട്ടുള്ള, ഇപ്പൊ നമ്മുടെ എത്ര ഫ്രണ്ട്സോ ആരായിക്കോട്ടെ ഒരു ഇന്റർവ്യൂവർ എന്ന് പറയുന്നത്, എന്നാലും അവരോട് ഒരു പേഴ്സണൽ ആയിട്ടുള്ള രീതി ഇടപെടരുത്. സാധാ രീതിയിൽ സംസാരിക്കുക കണ്ടോ. അത് ഒരുപാട് ഇൻഫർമേഷൻസ് ഒന്നും എന്താണ് ഇന്റർവ്യൂവറിനോട് ഷെയർ ചെയ്യരുത്. He or she should not share a large amount of personal information with the interviewer. 5 points അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഇവിടെ വരെയല്ലായിരുന്നോ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ? ഓക്കെ. ഇനി ആറാമത്തെ പോയിന്റ് നോക്കിയേ. ഇനി അടുത്തത് എന്താ നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം നോക്കിയേ? ഫിഡ്ജറ്റിംഗ്. ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അസ്വസ്ഥത. നമ്മൾ ഒത്തിരി ടെൻഷനൊന്നും ആവരുതെന്ന്, അധികം അസ്വസ്ഥത ആവരുത്. Fidgeting has the potential to snatch the chance of being selected. Snatch എന്ന് പറഞ്ഞാൽ എന്താ? കവർന്നെടുക്കുക, തട്ടിപ്പറിക്കുക, കവർന്നെടുക്കുക. അതായത് നമ്മളെ സെലക്ട് ചെയ്യാനുള്ള ഒരു ചാൻസിനെ എന്ത് കവർന്നെടുക്കും? ആര്? ഫിഡ്ജറ്റിംഗ്. ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത, അങ്ങനെ ഒത്തിരി ടെൻഷനൊക്കെ ആവുമ്പോഴേ അല്ലെ, നമ്മളിപ്പോ നല്ല കൂളായിട്ട് നല്ലൊരു സന്തോഷത്തോടു കൂടി ഇന്റർവ്യൂവിന് നമ്മൾ തയ്യാറാവണം. നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഒത്തിരി ടെൻഷനൊക്കെ ആവുമ്പോ എന്താ, നമ്മളൊരു റിജക്ട് ചെയ്യാനുള്ള കാര്യമാണ് അതെന്ന് പറയുന്നത് കണ്ടോ. അപ്പൊ ഈ ഫിഡ്ജറ്റിംഗ്, അസ്വസ്ഥത ആയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു ടെൻഷൻ ആയിരിക്കുന്നത് എന്താണ്? നമ്മൾ സെലക്ട് ചെയ്യാവുന്ന ആ ഒരു ചാൻസിനെ തട്ടിയെടുക്കും. നെർവസ്നെസ്, വറീസ്, ആൻസൈറ്റീസ് എക്സെട്ര.
കോമൺ ഇൻ എനി ഇന്റർവ്യൂ. ഏതൊരു ഇന്റർവ്യൂവിലും നമുക്ക് കാണാം അല്ലെ, നമുക്ക് കുറച്ച് ഒരു ഇതുണ്ടാവും, നമുക്കൊരു വറി ഉണ്ടാവും, നമുക്കൊരു അൻസൈറ്റീസ്, ഉത്കണ്ഠ ഉണ്ടാവും അല്ലെ. നമ്മൾ കുറച്ച് എന്തായാലും ഫുള്ള് ഫ്രീ ആയിരിക്കില്ല ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ. അതൊക്കെ കോമൺ ആയിട്ട് ഇന്റർവ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണെങ്കിലും, പക്ഷെ ഫിജറ്റിംഗ്, അതായത് ഒരു ടെൻഷൻ ആയിരിക്കും, അസ്വസ്ഥരായിരിക്കുന്നത് എന്താ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് 26% of the interviewer do not select the candidates who fidget. കണ്ടോ, 26% ഇന്റർവ്യൂവറും എന്താണ് ഇങ്ങനെ ഒരു ടെൻഷൻ ആയിരിക്കുന്ന, ഒരു അസ്വസ്ഥത ആയിരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അവര് സെലക്ട് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞേക്കണേ. ഡു നോട്ട് സെലക്ട് ദ കാൻഡിഡേറ്റ്സ് ഹു ഫിജറ്റ്. അല്ലെ, നമുക്കറിയാം ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലെ. ഞാൻ അതാണ് ഇപ്പൊ നിങ്ങളുടെ എക്സാം കാര്യങ്ങൾ വരുമ്പോ ഞാൻ പറയാറുണ്ടല്ലോ, കൂളായിരിക്കുക, ടെൻഷൻ അടിക്കരുത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ വേഗം നമ്മളത് കറക്റ്റ് ഓപ്ഷൻ നോക്കി വെക്കുക. എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്ക കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്, മിസ് എനിക്ക് ആൻസർ ഒക്കെ അറിയായിരുന്നു, പക്ഷെ എനിക്ക് എന്താണ്, ഞാൻ ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് മാറിപ്പോയി. എന്താ കാര്യം? ഒരു കാര്യമില്ല. നമ്മള് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ ഒത്തിരി ഇതാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകും. എല്ലാവരും നല്ല കൂളായിരിക്കുക. അപ്പൊ ഇന്റർവ്യൂവിനും നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ എന്താ ഒത്തിരി അസ്വസ്ഥത ഒന്നും ആയിരിക്കരുതെന്ന്. അപ്പൊ അങ്ങനെ ഉള്ള ആളുകളെ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു റീസൺ ആണത്. അതായത് നമ്മളെ സെലക്ട് ചെയ്യുന്ന ഒരു ചാൻസിനെ എന്ത് ഫിജറ്റിംഗ്, ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ടെൻഷൻ ആയിരിക്കുന്നത് കവർന്നെടുക്കും എന്നാ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയ? ആറാമത്തെ പോയിന്റ്. മെയിൻ പോയിന്റ്സുകളും നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ഇന്റർവ്യൂവിന് നമ്മൾ തയ്യാറാകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഇനി അടുത്തത് ഏഴാമത്തെ പോയിന്റ് നോക്കിയേ, ലൈൻ. നുണ പറയരുത്. കണ്ടോ, അതൊരു വലിയൊരു കാര്യമാണ്. നമ്മൾ ഇന്റർവ്യൂവിന് നമ്മൾ നുണ പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ലൈങ്, നുണ പറയുക എന്നുള്ളത്. The candidates must never lies in an interview. കാൻഡിഡേറ്റ്സ് ഒരിക്കലും ഇന്റർവ്യൂവില് നുണ പറയരുത്. Many people think that give false information about the job history or educational background is an excellent way to impress the HR manager. കണ്ടോ, ചില കുട്ടികളെ അവര് എന്താ വിചാരിക്കുന്നത്, അത് നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ ഒരു ഹിസ്റ്ററിനെ കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, ഓർ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെ. നമ്മളിപ്പോ ക്വാളിഫിക്കേഷൻ, നമുക്ക് ശരിക്കും വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലായിരിക്കും, പക്ഷെ ഞാൻ അത് പഠിച്ചിട്ടുണ്ട് ഇത് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ വേണമെങ്കിൽ നുണ പറയാം. എന്തിനാ? ജോലി കിട്ടാൻ വേണ്ടി. നമുക്ക് ഇല്ലാതെ ചിലപ്പോ എക്സ്പീരിയൻസ്, എനിക്കൊരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ നുണ പറയാം. അപ്പൊ അങ്ങനെ അവരെ സംബന്ധിക്കുന്ന വിവരങ്ങള്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, അതേ കുറിച്ചൊക്കെ എന്താ പറയാ, അങ്ങനെ നുണ പറയുന്നത് ആ HR മാനേജറിനെ ഇംപ്രസ് ചെയ്യാനുള്ള ഒരു മാർഗമാണെന്ന് മിക്ക കാൻഡിഡേറ്റ്സും എന്താണ് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെന്താണ് തെറ്റായിട്ടുള്ള വിവരങ്ങള്, അതായത് നുണ പറയാൻ വേണമെങ്കിൽ. മനസ്സിലായോ? എന്തിനാ? ഇപ്പൊ ഞാൻ +2 പഠിച്ചിട്ടുള്ളൂ, പക്ഷെ ഞാൻ അവിടെ പറയാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞാണ്, PG കഴിഞ്ഞാണെന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, ഇപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ എനിക്ക് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ അങ്ങനെ പറയും ചിലരൊക്കെ. അപ്പൊ അവരെന്താണ് അങ്ങനെ തെറ്റായിട്ടുള്ള വിവരങ്ങള്, അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ ജോബ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് മിക്ക കാൻഡിഡേറ്റ്സും എന്താ തെറ്റായിട്ടുള്ള വിവരങ്ങള് പറയാനായിട്ടുള്ള ഇത് കാണിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അവർ HR മാനേജറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി. However, such false information can get the candidates into big problem. പക്ഷെ അപ്പാന്നാണ് പറയുന്നത് വലിയൊരു പ്രശ്നത്തിന് കാരണമാകും. അതായത് നമ്മളിപ്പോ നുണ പറഞ്ഞാലും കറക്റ്റ് പ്രൂഫ് അവിടെ ഇല്ലേ, നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുമ്പോ അപ്പൊ തന്നെ അറിയാൻ പാടില്ലേ ആ കുട്ടി നുണ പറഞ്ഞതാണെന്നുള്ള കാര്യം. ഉണ്ടോ? അപ്പൊ HR മാനേജറിനെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, ജോബ് ഹിസ്റ്ററി, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ തെറ്റായ വിവരങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ അത് എന്തിന് കാരണമാകും? Then candidates into big problems. കണ്ടോ, വലിയ പ്രശ്നത്തിലേക്ക് കാരണമാകാം. Then an HR manager have all the requested information with them which they can verify at any point of time. കേട്ടോ, ഏതെങ്കിലും ഒരു സമയത്ത് HR മാനേജർ ഇവ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ, സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വെരിഫൈ ചെയ്യുമ്പോൾ അവിടെ ഇല്ലല്ലോ, നുണ പറഞ്ഞതാന്ന് അപ്പൊ തന്നെ മനസ്സിലാവും. അതൊരു വലിയ പ്രശ്നത്തിലേക്ക് കാരണമാകാം. Even if the candidates are chosen based on such lies. അപ്പൊ അങ്ങനെ നുണ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ആ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ
It can destroy the reputation. കണ്ടോ, ആ ഒരു റെപ്യൂട്ടേഷൻ തന്നെ ഡിസ്ട്രോയ് നശിപ്പിക്കും. ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റി ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്ക് ഭാവിയിലേക്ക് ആ കാൻഡിഡേറ്റ്സിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റിയും നശിക്കാനായിട്ട് കാരണമാകും. പിന്നെ അവർ വെച്ചോണ്ടിരിക്കും അവിടെ. അപ്പൊ അഥവാ അന്നേരം പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു നുണ പറഞ്ഞൊക്കെ ജോലി സെലക്ഷൻ കിട്ടി, ജോലിക്ക് കയറി. HR മാനേജർ അത് വെരിഫൈ ചെയ്യുമ്പോ ആ കാൻഡിഡേറ്റ് പറഞ്ഞത് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാല് പിന്നെ ഫ്യൂച്ചറിലേക്ക് പിന്നെ ആ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവോ? ഇല്ല അല്ലെ? അപ്പൊ തന്നെ അത് ക്യാൻസൽ ചെയ്യത് അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ഒരു റെപ്യൂട്ടേഷൻ, ഒരു പ്രശസ്തി അല്ലെ, നമ്മളെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഇതിനൊക്കെ ദോഷാവും. അപ്പൊ അങ്ങനെ വലിയ പ്രശ്നത്തിലേക്ക് കാരണമാകും. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ ഇന്റർവ്യൂവിൽ നുണ പറയാൻ പാടില്ല. HR മാനേജറിനെ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട്, HR മാനേജറിന് ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ക്വാളിഫിക്കേഷനും ജോബ് ഹിസ്റ്ററിയും ഒക്കെ തെറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും. ക്ലിയർ ആയോ പോയിന്റ്? ലൈഫ് എന്താ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്? ഒരിക്കലും നുണ പറയരുത്. ഉള്ള കാര്യങ്ങൾ സത്യമായിട്ട് തന്നെ പറഞ്ഞോളാം. അപ്പൊ പിന്നെ നമ്മൾ പിന്നീട് വെരിഫൈ ചെയ്യുമ്പോഴൊന്നും നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മളുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ അവിടെ. Even if the candidates are chosen based on such lies. അങ്ങനെ നുണ പറയുന്നതിന്റെ അടിസ്ഥാനത്തില് കാൻഡിഡേറ്റ്സിനെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? റെപ്യൂട്ടേഷന്, ഫ്യൂച്ചറില് ആ ജോലി കാൻഡിഡേറ്റ്സിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ നഷ്ടപ്പെടാൻ കാരണമാകും. ഡിസ്ട്രോയ്. ഇനി അടുത്ത് നോക്കിയേ, ബാഡ് മൗത്തിങ് എ ഫോർമർ എംപ്ലോയി. നമ്മള് ബാഡ് മൗത്തിങ്, നമ്മുടെ ഫോർമർ എംപ്ലോയറിനെ കുറിച്ച് മോശം വാക്കുകൾ പറയാൻ പാടില്ല. ഞാനിപ്പോ കുറച്ചു നാൾ ഒരു സ്ഥാപനത്തിൽ നിൽക്കുമായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഞാൻ ഇന്റർവ്യൂവിന് ഇവിടെ ചെന്ന് വേറെ സ്ഥാപനത്തിൽ നോക്കുന്നത്. അപ്പൊ അവിടെ ഇന്റർവ്യൂവിന്റെ അടുത്ത് എന്നിട്ട് ഈ സ്ഥാപനത്തിൽ ഞാൻ മുന്നിൽ നിന്ന ഫോർമർ എംപ്ലോയർ, നമ്മുടെ മുതലാളിയിലെ അവിടത്തെ എംപ്ലോയറിനെ കുറിച്ച് മോശമായിട്ട് കുറ്റമൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നത് ശരിയാണോ? അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ ഫോർമർ എംപ്ലോയർ, അദ്ദേഹത്തെ കുറിച്ച് ഒരു മോശം വാക്കുകൾ പറയരുത്. ബാഡ് മൗത്തിങ്, ഒരു മോശം വാക്കുകൾ അവിടെ പറയരുത്. The interviewee should not say negative thing or share grievance. Grievance എന്ന് പറഞ്ഞാൽ എന്താ? പരാതികള്. GRIEVANCES, grievance. Grievance to his or her previous employees. കണ്ടോ, അവന്റെ അല്ല അവരുടെ പ്രീവിയസ് എംപ്ലോയറിനെ കുറിച്ച് എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള്, പരാതികളൊന്നും ഇന്റർവ്യൂയിൽ പറയരുത്. ഒരു ഇന്റർവ്യൂവില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്. ഇറ്റ് ക്രിയേറ്റ് എ നെഗറ്റീവ് ഇംപ്രഷൻ. ഇത് എന്താണ്? ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കും ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ ഇന്റർവ്യൂവേഴ്സ്. ഇന്റർവ്യൂവറിന്റെ ഇടയിൽ എന്താ? ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കും അല്ലെ? നമുക്കാണെങ്കിൽ അങ്ങനെ ഒരാളെ കുറിച്ച് മോശമൊക്കെ ആയിട്ട് പറയുമ്പോ നമുക്കത് ഒരു ഇതാണോ? ഇല്ലേ? ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ അവിടെ ഉണ്ടാക്കും. Instead, the candidates should reply in calm and positive manner. എങ്ങനെ വേണം സംസാരിക്കാൻ? If asked about the past employer, മുന്നുള്ള പാസ്റ്റ് എംപ്ലോയറിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെ വേണം മറുപടി പറയാൻ? Calm and positive manner. അണ്ടർലൈൻ ചെയ്തോട്ടോ. The candidate should reply in calm and positive manner if asked about the past employer. Okay, നമ്മുടെ പാസ്റ്റ് എംപ്ലോയറിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ശാന്തമായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വേണം സംസാരിക്കാനായിട്ട്. നമ്മുടെ ഫോർമർ എംപ്ലോയറിനെ കുറിച്ച് മോശം വാക്കുകൾ പറയാൻ പാടില്ല. ഗ്രീവിയൻസ് എഴുതി വെച്ചോട്ടോ, പരാതികളാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു ചാപ്റ്ററോട് പഠിക്കാനുള്ളതാണ് നെക്സ്റ്റ് സെക്ഷനില്. ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്, ഗ്രീവിയൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട് അവിടെ. പരാതികള്, പരിഹാരങ്ങൾ എന്നൊക്കെ പറഞ്ഞുണ്ട് കേട്ടോ. ഗ്രീവിയൻസ്, ഗ്രീവിയൻസ്. അന്നേരം ഈ വേർഡ് കേൾക്കുമ്പോ അറിയില്ല എന്ന് പറയരുത്. പരാതികളാണ് ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഫോർമർ എംപ്ലോയറിനെ സംബന്ധിക്കുന്ന പരാതികളോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഒരു ഇന്റർവ്യൂയിൽ പറയാൻ പറ്റില്ല. ക്ലിയർ ആയോ? അതപ്പോ ആ ഇന്റർവ്യൂവറിന്റെ ഇടയിൽ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ വേണം സംസാരിക്കാൻ എന്ന് പറഞ്ഞേ? കാം ആൻഡ്
പോസിറ്റീവ് മാനർ. അതുകൂടി അണ്ടർലൈൻ ചെയ്ത് വെച്ചേട്ടോ. ഹാവ് ആൻഡ് പോസിറ്റീവ് മാനർ എന്നുള്ളത്. പിന്നെ നോക്കിയേ, ആഡിങ് ഫില്ലർ ഫ്രേസസ്. ഫില്ലർ ഫ്രേസ് എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ ഇടയ്ക്കൊക്കെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ എങ്ങനെയാ? കറക്റ്റ് യെസ് ഓർ നോ എന്നല്ലാതെ ആന്നൊക്കെ നമ്മൾ പറയൂലേ, ഒരു മുക്കിയും മൂടിയും പറയൂലേ അല്ലേ? നിങ്ങൾ ഫുഡ് കഴിച്ചോ? ഇങ്ങനെ പറയൂ അല്ലേ? പറയൂലേ? ഫില്ലർ ഫ്രേസുകൾ ഉപയോഗിക്കാറില്ലേ? അത് നമ്മളെ ശരിക്കും കഴിച്ചു അങ്ങനെ തന്നെയാണോ? ചിലപ്പോ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ നമ്മൾ അങ്ങനെ പറയൂലേ? ഉവ്വ അങ്ങനെയൊക്കെ പറയൂലേ? അതാണ് ഫില്ലർ ഫ്രേസുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് ഒരിക്കലും അങ്ങനെ ആ ഫില്ലർ ഫ്രേസുകൾ ഉപയോഗിക്കരുത്. മോസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സ് യൂസ് ഫില്ലർ. അത് പറയാൻ പാടില്ല. അതന്നെ, അത് പറയാൻ പാടില്ല. നമ്മൾ ഒരു ഇന്റർവ്യൂവിന്റെ കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞോളൂ. അവിടെ ഫില്ലർ ഫ്രേസുകൾ ഉപയോഗിക്കരുത്. എന്നൊക്കെ ഉള്ള കാര്യങ്ങളില്ലേ, അതൊന്നും പറയരുതെന്നാ പറഞ്ഞേക്കണം. നോക്കിയേ, മോസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സ് യൂസ് ഫില്ലർ ഫ്രേസസ് ലൈക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഒറ്റ ഇതിനകത്ത് അങ്ങ് തീർക്കും അല്ലെ എന്ന് പറഞ്ഞ്. വൈ ദേ തിങ്ക് ഓഫ് ദ ആൻസർ. അപ്പൊ അതെന്താ, അവിടെ നമ്മൾ ഇങ്ങനെ ഒരു കുക്കി കൂടി നമ്മൾ അവിടെ ആൻസർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. They should simply be avoided as it creates a reflection that the candidates do not know the answer. കണ്ടോ? അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താണ്, അത് നമ്മൾ ശരിക്കും ഇന്റർവ്യൂവിൽ ആ ഫില്ലർ ഫ്രേസുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. എന്താണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്? എന്താണ് അത് പ്രതിഫലിപ്പിക്കുന്നത്? It creates a reflection that the candidates do not know the answer. കണ്ടോ? ആ കുട്ടിക്ക് ആ കാൻഡിഡേറ്റ്സിന് കറക്റ്റ് ആയിട്ട് ആൻസർ അറിയില്ല. or is trying to make out one. അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടെത്തുകയാണ്, കണ്ടോ, കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളൊരു റിഫ്ലക്ഷൻ ആണ് അവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാമെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ അതിന് കറക്റ്റ് ആയിട്ട് yes or no ആണെങ്കിൽ അത് അങ്ങനെ തന്നെ നമ്മൾ പറയുക കേട്ടോ. അപ്പൊ അത് നമ്മുടെ ഫില്ലർ ഫ്രേസുകൾ ഒന്നും അവിടെ ഇന്റർവ്യൂവിൽ ഉപയോഗിക്കാൻ പാടില്ല. ലാസ്റ്റ് സെന്റൻസ് അതിനകത്തൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അപ്പൊ ഫില്ലർ ഫ്രേസുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്നാ പറഞ്ഞേക്കണേ. ഇറ്റ് ക്രിയേറ്റ് എന്താ റിഫ്ലക്ട് ചെയ്യുന്നത്? കാൻഡിഡേറ്റ്സ് ഡു നോട്ട് നോ ദ ആൻസർ. ആ കാൻഡിഡേറ്റ്സിന് ആൻസർ അറിയില്ല. ഇന്റർവ്യൂവർ ചോദിച്ച ക്വസ്റ്റിന് ആൻസർ അറിയില്ല, അല്ലെങ്കിൽ ഓർ ഈസ് ട്രൈങ് ടു മേക്ക് ഔട്ട് വൺ. അത് എന്ത് ചെയ്യുക? അത് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എന്നാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് ലാസ്റ്റ് പോയിന്റ്, 10ാമത്തെ, ലിവിങ് ദ ഫോൺ ഓൺ. ഫോണ് ഓൺ ചെയ്തിടരുത്. ഉണ്ടോ? ലിവിങ് ദ ഫോൺ ഓൺ ചെയ്യാൻ പാടുള്ള കാര്യ. ഫോൺ ഓൺ ആക്കി ഇടരുതെന്ന്. ഫോൺ റിംഗിങ് ഇൻ ദ ഇന്റർവ്യൂ റൂം ഫോർ ഓർ റിസീവിംഗ് എ കോൾ ഡ്യൂറിംഗ് ആൻ ഇന്റർവ്യൂ ഈസ് ദ വേർസ്റ്റ് കേസസ് സെനാരിയോ ഫോർ ആൻ ഇന്റർവ്യൂ. ഇന്റർവ്യൂവില് നമ്മൾ എന്താണ്, ഇതൊരു മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. WORST എന്ന് പറഞ്ഞാൽ മോശമായ, ഒരു മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അത് കാണിക്കുന്നത്. നമ്മളിപ്പോ ഇന്റർവ്യൂവിലേക്ക് കയറി നമ്മൾ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോൺ പെട്ടെന്ന് റിങ് ചെയ്യുക. അപ്പൊ നമ്മളത് ഒന്നില്ലെങ്കിൽ നമ്മളത് എന്താ പറയാ, കുറച്ചു നേരത്തേക്ക് നമ്മളത് സൈലന്റിലാക്കി ഇടുകയൊക്കെ ചെയ്യാം അല്ലേ? നമ്മൾ ആ കുറച്ച് നേരം സ്വിച്ച് ഓഫ് ആക്കി വെക്കുക, അല്ലെങ്കിൽ സൈലന്റിലാക്കി വെക്കുക, എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ഇന്റർവ്യൂവിന് കയറുന്ന സമയത്ത്. നമ്മൾ ഇന്റർവ്യൂവിന് കയറി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്റർവ്യൂ റൂമില് നമ്മൾ ഫോൺ റിങ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അവിടെ ഇരുന്ന് കോള് റിസീവ് ചെയ്യുക, കോൾ ആരെങ്കിലും വിളിക്കുമ്പോൾ അത് എടുക്കുക. അതൊക്കെ എന്താണ്, ഒരു മോശമായിട്ടുള്ള കാര്യമാണ് ഇന്റർവ്യൂവില് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലാസ്റ്റ് തിങ് ദാറ്റ് ദ HR മാനേജർ വാണ്ട്സ് ടു സീ ദ കാൻഡിഡേറ്റ്സ്. കണ്ടോ? അത് ഒരിക്കലും കാൻഡിഡേറ്റ്സിലെ HR മാനേജർ കാണാൻ ആഗ്രഹിക്കാത്ത കാര്യം അത്. It is the last thing that the HR manager wants to see the candidates. Candidates ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ ഫോൺ ഓൺ ആക്കിയിടുക, അല്ലെങ്കിൽ നമ്മള് ഫോണിൽ സംസാരിക്കുക എന്നുള്ളതൊക്കെ. The candidates should never leave their phone in a ringing or vibrating mode during an interview. കണ്ടോ? ഒരിക്കലും ചെയ്യരുത്. Should never leave, ഒരിക്കലും വയ്ക്കരുതെന്നാ പറയുന്നേക്ക. their ഫോണിൽ റിംഗിങ് ആയിട്ട് ഓ വൈബ്രേറ്റിംഗ്. ഇപ്പൊ വൈബ്രേഷനിൽ ഇട്ടാലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ലേ? നമ്മൾ ടേബിളിന്റെ മുകളിൽ ഫോൺ വെച്ചേക്കാണ്, വൈബ്രേഷൻ വരുമ്പോഴും അവിടെ ഒരു തടസ്സം പോലെ അല്ലെ, ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ അതിന്റെ ഇടയ്ക്ക്? വൈബ്രേറ്റഡ് ആണെങ്കിലും ഫോൺ വൈബ്രേഷനിൽ ഇട്ടാലും ഫോൺ അടിക്കുമ്പോൾ റിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരത്തേക്ക് ഒന്നില്ലേ ഓഫ് ചെയ്ത് വെക്കുക.
അല്ലെങ്കിൽ നമ്മളത് സൈലന്റ് ആക്കി തന്നെ വെക്കുക. വൈബ്രേഷനിൽ ഇടുന്നതും നല്ലൊരു കാര്യമായിട്ടല്ല പറയുന്നത് കേട്ടോ. റിംഗിങ് ഓർ വൈബ്രേഷൻ മോഡ് നമ്മൾ ഒരിക്കലും ഫോൺ വെക്കരുത്. കാൻഡിഡേറ്റ്സ് ഷുഡ് നെവർ ലീവ് ദെയർ ഫോൺ ഇൻ ദെയർ റിംഗിങ് ഓർ വൈബ്രേറ്റിംഗ് മോഡ് ഡ്യൂറിങ് ആൻ ഇന്റർവ്യൂ. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഒരു ഇന്റർവ്യൂവിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്തൂടെ? നമ്മൾ കാഷ്വൽ ആയിട്ടുള്ള സാധാരണ വസ്ത്രം ധരിക്കരുത്. ഈ ഇന്റർവ്യൂവറിന്റെ പേഴ്സണൽ സ്പേസിനെ ലംഘിക്കരുത്, വയലേറ്റ് ചെയ്യരുത്. സപ്പോർട്ട് സ്റ്റാഫിനോട് നമ്മൾ മോശമായിട്ട് പെരുമാറരുത്. തെറ്റായ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കരുത്. പേഴ്സണൽ ആയിട്ട് ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയരുത്. അവിടെ നമ്മൾ അധികം പേഴ്സണൽ ആവരുത്. ദെൻ ഫിജറ്റിംഗ്, നമ്മൾ ഒത്തിരി ടെൻഷനോ അസ്വസ്ഥരൊന്നും ആവാൻ പാടില്ല. നുണ പറയാൻ പാടില്ല. നമ്മുടെ ഫോർമർ എംപ്ലോയറിനെ കുറിച്ച് മോശം വാക്കുകൾ പറയാൻ പാടില്ല. ഫില്ലർ ഫേസുകൾ ഉപയോഗിക്കരുത്. ഫോൺ ഓൺ ആക്കരുത്. ഫോൺ ഓണിലാക്കരുത്. ഓക്കെ, റിംഗിങ് ഇതിനകത്തോ വൈബ്രേഷനിലോ ഒന്നും ഇടരുതെന്ന്. ലിവിങ് ദ ഫോൺ ഓൺ, ഫോൺ ഓൺ ആക്കി വെക്കരുത്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാലോ. ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ രണ്ടെണ്ണത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നെങ്കിലും ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അതൊന്ന് നമ്മൾ അതനുസരിച്ച് പഠിച്ചു വെച്ചേക്കാം. ഇനി നോക്കിയേ, മെറിറ്റ്സ് ഓഫ് ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാ? ഒരു ഇന്റർവ്യൂവിന്റെ മെറിറ്റ്സ്. ഇന്റർവ്യൂ ഈസ് അഡ്വാൻറ്റേജസ് ഫോർ ബോത്ത് ദ എംപ്ലോയർ ആൻഡ് ജോബ് സീക്കർ ഇൻ ദ ഫോളോയിങ് വേസ്. എംപ്ലോയറിനെ സംബന്ധിച്ചും ജോബ് സീക്കർ എന്ന് പറഞ്ഞാൽ ജോലി അന്വേഷിക്കുന്നവരല്ലേ, കാൻഡിഡേറ്റ്സ് ആണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരുപോലെ തന്നെ ഇന്റർവ്യൂ, രണ്ടുപേർക്കും ഇന്റർവ്യൂ അഡ്വാൻറ്റേജ് ഉണ്ട്, ഗുണകരമാണ്. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അതിന്റെ എംപ്ലോയറിന് ഏതൊക്കെ രീതിയിലാണ് ഒരു ഇന്റർവ്യൂ അഡ്വാൻറ്റേജ് ആവണത് നോക്കിയേ. എംപ്ലോയറിന് ഏതൊക്കെ രീതിയിലാണ് ഒരു ഇന്റർവ്യൂ അഡ്വാൻറ്റേജ് ആവുന്നത് നോക്കിയേ. എംപ്ലോയർ അഡ്വാൻറ്റേജ് ഓഫ് ഇന്റർവ്യൂ ഫോർ എംപ്ലോയേഴ്സ് ആർ ആസ് ദ ഫോളോസ്. ഏതൊക്കെയാണ്? Providing information about the job seeking candidates. എന്താ ഒന്നാമത്തെ എന്താണ്? എങ്ങനെയാണ് എംപ്ലോയറിനായി ഒരു ഇന്റർവ്യൂ അഡ്വാൻറ്റേജ് ആവുന്നത്? കാൻഡിഡേറ്റ്സിനെ കുറിച്ച്, ജോബ് സീക്കിംഗ് കാൻഡിഡേറ്റ്സ്, ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ഇന്റർവ്യൂവിൽ നിന്ന് കിട്ടും അല്ലെ. ഇന്റർവ്യൂറിന് ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ ഇന്റർവ്യൂയിലൂടെ സാധ്യമാകും അല്ലെ. അപ്പൊ അതാണ് ഒന്നാമത്തെ. എംപ്ലോയറിന് എന്താണ് ഒരു ഇന്റർവ്യൂ കൊണ്ടുള്ള അഡ്വാൻറ്റേജ്? ജോബ് സീക്കിംഗ് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നു. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ പോയിന്റ്. ജോബ് സീക്കിംഗ് കാൻഡിഡേറ്റ്സ് വെച്ചാൽ കാൻഡിഡേറ്റ്സ്, ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സ് ഇല്ലേ, അവരെ കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് ഇന്റർവ്യൂവിൽ നിന്ന് കിട്ടുന്നു എംപ്ലോയറിന് അല്ലെങ്കിൽ ഇന്റർവ്യൂവറിന്. ഓക്കെ, An interview helped him an employer in gathering the complete information about the candidates looking for the job. ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇന്റർവ്യൂവിലൂടെ നേടാൻ പറ്റും. An interview obtained information about an individual pertaining to his. എന്തൊക്കെ വിവരങ്ങളാണ് നോക്കിയിനി? pertaining എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട്, എന്തുമായി ബന്ധപ്പെട്ട്? അവരുടെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അല്ലേ, കൾച്ചറൽ സംസ്കാരവും എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇതിനെ സംബന്ധിക്കുന്ന വിവരങ്ങള്. വർക്കിംഗ് എക്സ്പീരിയൻസ്, അവരുടെ വർക്കിംഗ് എക്സ്പീരിയൻസിനെ സംബന്ധിക്കുന്ന വിവരങ്ങള്. ഇന്റലിജൻസ് ക്വസ്റ്റ്യൻസ്, ഇന്റലിജൻസിനെ സംബന്ധിക്കുന്നത്, ബുദ്ധി കാര്യങ്ങള്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പേഴ്സണാലിറ്റി ടൈപ്പ്, ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യ മേഖലകള്, സോഷ്യൽ ബിഹേവിയർ, ഇതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള വിവരങ്ങള് ഒരു ഇന്റർവ്യൂയിലൂടെ ഇന്റർവ്യൂവറിന് ലഭിക്കും അല്ലെങ്കിൽ എംപ്ലോയറിന് ലഭിക്കും. അപ്പൊ ആ ഇന്റർവ്യൂ നടത്തിയത് കൊണ്ടല്ലേ ഇന്റർവ്യൂ നടത്തുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങള് എംപ്ലോയറിന് കിട്ടുന്നത്, ഇങ്ങനെയുള്ള വിവരങ്ങള്. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇന്റർവ്യൂവിന്റെ ഒരു അഡ്വാൻറ്റേജ് ആർക്കുള്ളത്? എംപ്ലോയറിന് ഒരു ഇന്റർവ്യൂ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന ഈ വിവരങ്ങൾ എല്ലാരും ലഭിക്കും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടോ. ഡാഷ് ഹെൽപ്പ് ആൻ എംപ്ലോയർ, അങ്ങനെ ചോദിക്കാം കേട്ടാ. ഡാഷ് ഹെൽപ്സ് ആൻ എംപ്ലോയർ ഇൻ ഗ്യാതറിംഗ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ് ലുക്കിംഗ് ഫോർ ദ ജോബ്. ഓക്കെ, ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാ. പിന്നെ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണുള്ളത് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോടെ.
cultural and educational background, work experience, intelligence quotient, communication skills, personality type, interest, social behavior, etc. രണ്ടാമത്തെ പോയിന്റ് ഇനി ഇന്റർവ്യൂയിലൂടെ എന്താ ഗുണങ്ങൾ നോക്കിയേ, ഹെൽപ് ടു സെലക്ട് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ്. രണ്ടാമത്തെ കാര്യം എന്താ, ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നു. ഇന്റർവ്യൂയിലൂടെ ഇന്റർവ്യൂവറിന് അല്ലെങ്കിൽ എംപ്ലോയറിന് ശരിയായിട്ടുള്ള റൈറ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ആരെങ്കിലും നമ്മൾ സെലക്ട് ചെയ്താൽ പോരല്ലോ, റൈറ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ സഹായിക്കുന്നു ഏത്, ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂ ഫെസിലിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സുഗമമാക്കുക. And interview facilitate face-to-face conversation the interviewer with the candidates. Interviewer candidates തമ്മിലുള്ള ഒരു face-to-face conversation ആണ് ഇന്റർവ്യൂ. അതിനുള്ള ഒരു സൗകര്യം ഇന്റർവ്യൂ ലഭിക്കും. അണ്ടർലൈൻ ചെയ്തേ. Since an interviewer can make an accurate decision about the selection or rejection of the candidates. കണ്ടോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവറിന് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അവര് സെലക്ട് ചെയ്യണോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യണോ. മനസ്സിലായോ? നേരെ അവര് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആണല്ലോ. അപ്പൊ അതിൽ നിന്ന് ഇന്റർവ്യൂവറിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. സെലക്ഷൻ ഓർ റിജക്ഷൻ, ഒന്നില്ലെങ്കിൽ അവർ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക എന്നുള്ള ആക്യുറേറ്റ് കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. A personal interview is the best option to used by the interviewer while selecting the right person of the right job. ശരിയായ ജോലിക്ക് ശരിയായ വ്യക്തിയെ സെലക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു ഓപ്ഷൻ ആണ് ഇത്, പേഴ്സണൽ ഇന്റർവ്യൂ. പേഴ്സണൽ, PERSONAL, പേഴ്സണൽ ഇന്റർവ്യൂ. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. A dash interview is the best option. അങ്ങനെ തന്നെ ചോദിക്കാം, സെന്റൻസ് അതുപോലെ തന്നെ ചോദിക്കാം കേട്ടോ. ഏത് ഇന്റർവ്യൂ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത്, പേഴ്സണൽ ഇന്റർവ്യൂ, വ്യക്തിപരം. പേഴ്സണൽ സ്പെല്ലിംഗ് നോക്കാട്ടോ, PERSONAL. പേഴ്സണൽ ഇന്റർവ്യൂ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണ് പറഞ്ഞേക്കുന്നത്, പേഴ്സണൽ ഇന്റർവ്യൂ. എന്തിന്, to be used by interviewers while selecting the right person to the right job. ശരിയായ ജോലിക്ക് ശരിയായ വ്യക്തിയെ സെലക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇന്റർവ്യൂവർ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് പേഴ്സണൽ ഇന്റർവ്യൂ. ക്ലിയർ ആയോ? ആ പോയിന്റ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ടേ. ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാ, ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാ കേട്ടോ. ഓക്കെ ആണോ? ഫോളോ ചെയ്ത് വന്നില്ലേ? നമ്മൾ പറഞ്ഞത് ഒരു ഇന്റർവ്യൂ കൊണ്ടുള്ള ആ നമ്മുടെ എംപ്ലോയറിന്, ഇന്റർവ്യൂറിന് അല്ലെങ്കിൽ എംപ്ലോയറിനുള്ള അഡ്വാൻറ്റേജ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ശരിയായ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത് നോക്കിയേ, ഇംപ്രൂവ് ദ ഗുഡ് വിൽ ഓഫ് എംപ്ലോയർ. എംപ്ലോയറിന്റെ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താ, സഖ്യത്തെ മെച്ചപ്പെടുത്താൻ പറ്റും. എംപ്ലോയറിന്റെ ഗുഡ് വില്ല് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇന്റർവ്യൂ ആക്ട് ആസ് എ പബ്ലിക് റിലേഷൻ ടൂൾ. ഒരു പബ്ലിക് റിലേഷൻ ടൂൾ ആയിട്ട് ആക്ട് ചെയ്യുന്നു ഏത്, ഇന്റർവ്യൂ. Interview act as a public relation tool. Underline ചെയ്തോ. An interview must be administered properly in a congenial environment. എങ്ങനെയായിരിക്കണം ഒരു ഇന്റർവ്യൂ ശരിക്കും നടത്താനായിട്ട്? ഒരു കൺജീനിയൽ എന്ന് പറഞ്ഞാൽ എന്താ, സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കണം. കൺജീനിയൽ എൻവയോൺമെന്റ്, സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വേണം ഇന്റർവ്യൂ നടത്താൻ. പ്രോപ്പർ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റഡ് പ്രോപ്പർലി ഇൻ എ കൺജീനിയൽ എൻവയോൺമെന്റ്. The candidates called for an interview should be dealt with the dignity and respect. കണ്ടോ, ഇനി ആ ഇന്റർവ്യൂവിന് വിളിക്കുന്ന കാൻഡിഡേറ്റ്സ് ഇല്ലേ, അവരോട് എങ്ങനെ വേണം പെരുമാറാൻ? അന്തസ്സോട്, ഡിഗ്നിറ്റി, നല്ലൊരു അന്തസ്സോട്, മാന്യമായിട്ടും നല്ലൊരു ബഹുമാനത്തോടു കൂടിയും വേണേ പെരുമാറാൻ. അവരോട് മോശമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല. ഇന്റർവ്യൂവിന് വിളിക്കുന്ന ആ കാൻഡിഡേറ്റ്സ് ഇല്ലേ, അവരോട് നല്ല ബഹുമാനത്തോടു കൂടിയും നല്ല മാന്യമായിട്ട് വേണം സംസാരിക്കാനായിട്ട്. There should be effort towards making the candidates feel happy about the employer. ഉണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ, എംപ്ലോയറിനോട് നല്ലൊരു സന്തോഷം, നമുക്കൊരു മനസ്സിലൊരു ഇത് വരൂലേ, അല്ലേ?
നല്ലൊരു സന്തോഷം തോന്നുന്ന രീതിയിൽ കാൻഡിഡേറ്റ്സിന് നല്ലൊരു സന്തോഷം വരുന്ന രീതിയിലായിരിക്കണം പെരുമാറാനായിട്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് ബീങ് സെലക്ടഡ് ഓർ റിജക്റ്റഡ്, എങ്ങനെയായാലും സെലക്ട് ചെയ്താലും റിജക്ട് ചെയ്താലും, ഇപ്പൊ നമ്മള് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മൾ റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്ക് ഒരു നല്ലൊരു ഇത് ആ എംപ്ലോയറുമായിട്ട് അവിടെ നമ്മൾ നിലനിർത്തണം. അതിന് നല്ല സൗഹൃദമായിട്ട്, ഇപ്പൊ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നമ്മള് ഒരു ഇതൊന്നും പാടില്ല അവിടെ. സെലക്ട് ചെയ്താലും റിജക്ട് ചെയ്താലും അത് പരിഗണിക്കാതെ, ഇറസ്പെക്റ്റീവ്, അത് പരിഗണിക്കാതെ നമ്മൾ എന്താ എംപ്ലോയറിനോട് ഒരു നല്ലൊരു സന്തോഷം തോന്നുന്ന രീതിയിൽ ഒരു കൺജീനിയൽ, ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വേണം ഇന്റർവ്യൂ നമുക്ക് നടത്താൻ. ദിസ് വിൽ എൻഹാൻസ് ദ എംപ്ലോയർ ഇമേജ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ, എംപ്ലോയറിന്റെ ഇമേജ് മെച്ചപ്പെടുത്തും. എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുക. This will enhance the employer image. എംപ്ലോയറിന്റെ ഇമേജ് മെച്ചപ്പെടുത്തും. Thus a good interview section always add to a good will of the employer. അങ്ങനെ ഒരു നല്ലൊരു ഇന്റർവ്യൂ സെക്ഷൻ എന്ത് ചെയ്യുന്നു, എംപ്ലോയറിന്റെ സൽകീർത്തി, ഗുഡ് വിൽ നിലനിർത്താൻ സഹായിക്കും. അല്ലെ, നമുക്കളും പറയൂലേ, ഓ നല്ലൊരു എംപ്ലോയർ ആണ് കേട്ടോ എന്നൊരു തോന്നൽ നമുക്ക് വരൂലേ, നമ്മളോട് നല്ല രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ. ഇപ്പൊ നമുക്ക് അവിടെ സെലക്ട് ചെയ്തില്ല, നമുക്ക് സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ആ ഒരു എംപ്ലോയറിനെ കുറിച്ച് നല്ലൊരു ഫീല് വരുന്ന രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാനും ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനും ഒക്കെ. അതുകൊണ്ടാണ് ഒരു നല്ലൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വേണം ഇന്റർവ്യൂ നടത്താൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നോക്കേ? ഒരു പബ്ലിക് റിലേഷൻ ടൂൾ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇന്റർവ്യൂ. അതുകൊണ്ട് നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ എങ്ങനെയായിരിക്കണം, ഒരു സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷത്തിലായിരിക്കണം. ഇനി ഇന്റർവ്യൂവിന് വിളിക്കുന്ന കാൻഡിഡേറ്റ്സിനോട് എങ്ങനെ ബഹുമാനത്തോടും അന്തസ്സോടും കൂടി വേണം പെരുമാറാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ്, അവർക്ക് ആ കാൻഡിഡേറ്റ്സിനോ ഈ എംപ്ലോയറിനെ കുറിച്ച് എംപ്ലോയറിനോട് ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ തോന്നുന്ന രീതിയിലായിരിക്കണം. അവര് സെലക്ട് ചെയ്താലോ അല്ലെങ്കിൽ റിജക്ട് ചെയ്താലും ആ ഒരു നല്ലൊരു ഇത് എംപ്ലോയറിനെ കുറിച്ച് കാൻഡിഡേറ്റ്സിന്റെ മനസ്സിൽ ഉണ്ടാവണം, ഒരു നല്ല സന്തോഷം ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ഇതാവുമ്പോൾ നമുക്ക് എംപ്ലോയറിന്റെ ഇമേജ് മെച്ചപ്പെടും. ദിസ് വിൽ എൻഹാൻസ്, മെച്ചപ്പെടുന്നു. Thus a good interview section, അതുകൊണ്ട് നല്ലൊരു ഇന്റർവ്യൂ സെക്ഷൻ always add to the goodwill of the employer. എംപ്ലോയറിന്റെ ഒരു ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ സത്കീർത്തി മെച്ചപ്പെടുത്താനും കാരണമാകും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് ഒരു കുഞ്ഞു കാര്യം കൂടി ഉള്ളൂ, ഹെൽപ്പ് ഇൻ പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. ഇന്റർവ്യൂ എന്തിനു സഹായിക്കുന്നെന്ന് പറഞ്ഞേക്കുന്ന എംപ്ലോയറിന് പ്രൊമോഷനും ട്രാൻസ്ഫറിനും ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇന്റർവ്യൂ ഹെൽപ്പ് ആൻ എംപ്ലോയർ ഇൻ അസസിംഗ് ഹിസ് സ്റ്റാഫ്. അല്ലെ, അപ്പൊ ഇന്റർവ്യൂവിന് ഓരോ സ്റ്റാഫിനെ അസസ് ചെയ്യാൻ പറ്റും, വിലയിരുത്താൻ പറ്റും. ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊമോഷൻ ഓർ ട്രാൻസ്ഫർ. അപ്പൊ എന്താ, നമുക്ക് അവിടെ പ്രൊമോഷനോ ട്രാൻസ്ഫർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് എളുപ്പമായിരിക്കും, അതിന് സഹായിക്കുന്നു. അപ്പൊ ഇന്റർവ്യൂവിൽ നമ്മൾ ഓരോ കാൻഡിഡേറ്റ്സിനെയും നമ്മൾ അവിടെ അസസ് ചെയ്യുമ്പോൾ ഒരു പ്രൊമോഷൻ ഒക്കെ പെട്ടെന്ന് വരികയാണ്, ഒരു ട്രാൻസ്ഫർ ഒക്കെ ആണെങ്കിൽ ഓൾറെഡി അയാൾക്ക് അറിയാൻ പറ്റും അല്ലെ, ഇവർ അതിന് ഓക്കെയാണ്, അത്രയും ഒരു എഫിഷ്യൻസി, സ്കിൽസ് ഉണ്ട്, നോളജ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ആ ഒരു പ്രൊമോഷൻ ട്രാൻസ്ഫർ ആ ഒരു പർപ്പസിന് സ്റ്റാഫിനെ അസസ് ചെയ്യാനും ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. അപ്പൊ 4 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഒരു ഇന്റർവ്യൂ എംപ്ലോയറിന് എങ്ങനെ പ്രയോജനപ്രദമാണ് എന്നുള്ളത്. ജോബ് സീക്കിംഗ് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എംപ്ലോയറിന് കിട്ടും. പിന്നെ ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ സഹായിക്കുന്നു. എംപ്ലോയറിന്റെ ഗുഡ്വിൽ, സൽകീർത്തിനെ മെച്ചപ്പെടുത്താൻ പറ്റുന്നു. പിന്നെ പ്രൊമോഷൻ ട്രാൻസ്ഫറിനും ഹെൽപ്പ് ചെയ്യുന്നു. ഒന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ, അടുത്ത സെക്ഷൻ പറയട്ടെ, ജോബ് സീക്കേഴ്സിന്റെ കാര്യം. മെയിൻ പോയിന്റ്സുകൾ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ, അതിന്റെ ഇങ്ങനെയൊക്കെ സഹായപ്രദമാണ് എന്നുള്ളത് കേട്ടോ. ഇനി അടുത്തത് ജോബ് സീക്കേഴ്സിന്, ജോലി അന്വേഷിക്കുന്നവർ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് ഒരു ഇന്റർവ്യൂ കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളത്? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലെ. അവർക്കൊരു എംപ്ലോയ്മെന്റ്, തൊഴിലിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്റർവ്യൂയിലൂടെ ലഭിക്കും. ഒരു ഓപ്പർച്യൂണിറ്റി, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇന്റർവ്യൂ ഹെൽപ് ദ ജോബ് സീക്കർ ബൈ പ്രൊവൈഡിങ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ എംപ്ലോയ്മെന്റ്. അല്ലെ, ഇന്റർവ്യൂ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ജോലി കിട്ടുന്നതൊക്കെ. അപ്പൊ ഇന്റർവ്യൂ എന്തിനു സഹായിക്കും? ഒരു എംപ്ലോയ്മെന്റ്, ഒരു ജോലി, ഒരു തൊഴില്, അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോട്ടെ. അതില് it aids a candidate in presenting and conveying his vision, beliefs and thoughts to the employer. ഇനി എന്താണ്? it aids, ഇനി എന്തിന് സഹായകമാകും? കാൻഡിഡേറ്റ്സിന് അവർക്കുടെ പ്രസന്റിങ് ആൻഡ് കൺവേയിങ്, പ്രസന്റ് ചെയ്യാനും കൈമാറാനും അവരുടെ വിഷൻ, കാഴ്ചപ്പാടുകള്, ബിലീഫ്, വിശ്വാസങ്ങള്, ആൻഡ് തോട്ട്സ്, ചിന്തകളൊക്കെ to the employer, എംപ്ലോയറിന് മുന്നിൽ പ്രസന്റ് ചെയ്യാനും അത് കൈമാറാനും കാൻഡിഡേറ്റ്സിന് സഹായിക്കും ഇന്റർവ്യൂ. അല്ലെ, ഇന്റർവ്യൂവിൽ അവർക്കുടെ കാര്യങ്ങളൊക്കെ അവർക്ക് തുറന്ന് പറയാലോ അവിടെ, അല്ലെ. അപ്പൊ അവന്റെ ബിലീഫ്, വിഷൻ, തോട്ട്സ്, ഇതൊക്കെ ഒരു എംപ്ലോയറിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാനും കൺവേ ചെയ്യാനും കൈമാറാനും ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ജോലിക്കുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എംപ്ലോയറിന്റെ മുന്നില് കാൻഡിഡേറ്റ്സിന്റെ വിഷൻ, ബിലീഫ്, തോട്ട്സ് ഇതൊക്കെ പ്രസന്റ് ചെയ്യാനും കൺവേ ചെയ്യാനും ചെയ്ത് കൈമാറാനും പറ്റും. രണ്ടാമത്തെ നോക്കിയേ, ഹെൽപ്സ് കാൻഡിഡേറ്റ്സ് ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ ജോബ്. help the കാൻഡിഡേറ്റ്സിനെ എന്തിനു സഹായിക്കുന്നു? ടു അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ സ്വീകരിക്കുക, ഓർ റിജക്ട് ദ ജോലി റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ പറ്റും. help the candidates to accept or reject the job. ജോലി അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കാനും പറ്റും. And interview helps the candidates by providing the information pertaining എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധപ്പെട്ട് to the job and employer. ജോലിയുമായി ബന്ധപ്പെട്ട് എംപ്ലോയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങള് അല്ലെ കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു ഇന്റർവ്യൂ. അതിനുവേണ്ടി ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. A candidate is thus aware of the compensation, perks and allowance, working condition, job security, chance of promotion and transfer and other employment benefit if any. കണ്ടോ, ഇനി കാൻഡിഡേറ്റ്സിന് എന്തിനെ കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ കിട്ടുമെന്ന് നോക്കിയേ ഒരു ഇന്റർവ്യൂയിലൂടെ. കാൻഡിഡേറ്റ്സ് aware of his കോമ്പൻസേഷൻ, അവർക്കുടെ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം, അവര് ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് 4th ചാപ്റ്റർ ആയിട്ട് അവിടെ പഠിക്കാനുണ്ട് കേട്ടോ. കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ടാലന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ തന്നെ അവിടെ പഠിക്കാനുണ്ട്. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിഫലമാണ് കേട്ടോ, പ്രതിഫലമാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു പ്രതിഫലം കിട്ടൂലേ, സാലറി അല്ലെങ്കിൽ വേജ്, അതൊക്കെ കോമ്പൻസേഷനിൽ വരുന്ന. പെർക്സ് എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങൾ, അലവൻസുകള്, വർക്കിംഗ് കണ്ടീഷൻ, ജോബിന്റെ സെക്യൂരിറ്റി, ചാൻസ് ഓഫ് പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ, പ്രൊമോഷൻ ട്രാൻസ്ഫറിനുള്ള ചാൻസ്, അതർ എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, മറ്റ് തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ, മറ്റ് പൈസയായിട്ടും അല്ലാതെയും അല്ലെ. ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സാലറിക്ക് പുറമെ നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് അല്ലാതെ ചെറിയ ഇതൊക്കെ രീതിയിലാകാം അല്ലെ. ചിലപ്പോ ഒരു ട്രിപ്പുകൾ ഇടയ്ക്ക് കമ്പനിയിൽ നിന്ന് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകളായിട്ട് നമുക്ക് കിട്ടാം അല്ലെ, അല്ലെങ്കിൽ സാലറിയിൽ കുറച്ച് ഇംപ്രൂവ്മെന്റ് തരാം. അങ്ങനെയൊക്കെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങള്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാത്തിനെ കുറിച്ച് ഒരു അവയർനെസ് കിട്ടും. Compensation, perks and allowance, working condition,
job security, chance of promotion and transfer, and other employment benefit, if any. Interview provide an opportunity to the candidates to clear all his or her doubts about the job. In interview എന്ത് provide ചെയ്യുന്നു? An opportunity, ഒരു അവസരമുണ്ട് to the candidates എന്തിനാ? To clear all his or her doubts about the job. ആ ചോദ്യം അപ്പൊ ഇന്റർവ്യൂവിൽ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാം. ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ഡൗട്ട്സുകള്, അവന്റെ അല്ലെങ്കിൽ അവരുടെ ഡൗട്ട്സുകള് നമുക്ക് അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഇന്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നു. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. An interview provide an opportunity to the candidates to clear all his or her doubts about the job. This also helped him taking a sensible decision for his career regarding accepting or rejecting the job or if offered. കണ്ടോ? അപ്പൊ അതനുസരിച്ച് എന്തിനു സഹായിക്കും? അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഇന്റർവ്യൂവിലൂടെ കിട്ടും. അപ്പൊ അതിനനുസരിച്ചിട്ട് അപ്പൊ നമുക്ക് നൽകിയിരിക്കുന്ന വിവരങ്ങള്, കാര്യങ്ങള്, ഇപ്പൊ നമുക്ക് ജോലിയെ കുറിച്ചുള്ള ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാം. അപ്പൊ അതിനനുസൃതമായിട്ട് എന്താണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ്സിന് ആ ജോലി അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യണോ? അപ്പൊ എനിക്ക് ഇഷ്ടമായില്ല, എനിക്കത് ഞാൻ പ്രതീക്ഷിച്ച സാലറി അത്രയും അല്ല അവര് പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ റിജക്ട് ചെയ്യാം. കണ്ടോ? അവർക്ക് മുന്നിൽ ഓഫർ ചെയ്തേക്കുന്ന ജോലി ആ കാൻഡിഡേറ്റ്സിന് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് ആ ജോലി അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാനും ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. അത് ലാസ്റ്റ് സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. Interview helps him to taking a sensible decision for his career regarding accepting or rejecting the job. ഇനി അടുത്തത് എന്താ? കാൻഡിഡേറ്റ്സിന് ഒരു അഡ്വാൻറ്റേജ് helps job seekers to increase the contact. കണ്ടോ? കോണ്ടാക്ട് ജോബ് സീക്കേഴ്സിന് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന, ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ. ആൻഡ് ഇന്റർവ്യൂ ഗിവ് ആൻ ഓപ്പർച്യൂണിറ്റി to the candidates to build contact with the interviewer and other candidates as well. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് പോവാട്ടോ. നമുക്ക് എല്ലാവർക്കും ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്റർവ്യൂവിന് നിങ്ങളെ ഒന്നും എനിക്ക് അറിയില്ല, നമ്മൾ ആ ഇന്റർവ്യൂവിന് വെച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്യേണ്ട വരുമല്ലോ. അപ്പൊ അതിന്റെ തൊട്ടടുത്തായിരുന്നു അച്ചു ഇരുന്നത്. അപ്പൊ ഞാൻ അച്ചുവിനോട് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. അതുപോലെ തന്നെ ഷബ്നം എന്റെ അടുത്തായിരുന്നു. ഞങ്ങൾ നല്ലതായിട്ട് പരിചയപ്പെട്ടു. ആ ഒരു സമയത്ത് തന്നെ നല്ലൊരു കോണ്ടാക്ട് ഉണ്ടായി, ഞങ്ങൾ നല്ലതായിട്ട് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞു. അവിടെ അഞ്ജുവിനും ഷബ്നയ്ക്കും അവിടെ ജോലി കിട്ടി, എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ തമ്മിൽ അവിടെ ഒരു കോണ്ടാക്ട് ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ ആ സമയത്തൊക്കെ അഞ്ജുവിന്റെ ചിലപ്പോ നമ്പറൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഫോണൊക്കെ ഉണ്ട്, നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം അവിടെ നിലനിൽക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിന് എനിക്ക് അവിടെ ജോലി കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് അഞ്ജുവിനെ വിളിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ അഞ്ജു ഓൾറെഡി അവിടെ ജോലിക്ക് കയറി കഴിഞ്ഞു. അടുത്തൊരു ചാൻസ് വരുമ്പോൾ അഞ്ജുവിനെ അറിയിക്കോ? അഞ്ജു ശ്രീകുമാർ ഇല്ലേ ഇവിടെ? ഞാനൊരു സ്ക്രീനിൽ കണ്ട പേര് പറഞ്ഞു. അഞ്ജു അറിയിക്കോ? അഞ്ജു മിസ് ഇങ്ങനെ ഒരു ഒഴിവ് കൂടി ഉണ്ട് കേട്ടോ, ഒന്നുകൂടി അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത തമ്പട്ടയുണ്ട്. ഷബ്ന അറിയിക്കോ? അറിയിക്കും. മറ്റുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അറിയിക്കൂല്ലേ? അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു ആ ജോബ് സീക്കേഴ്സിന് ആ കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നു. സോ in case a candidate is rejected in his very first effort of the job hunt, ആ ജോലി അന്വേഷണത്തിന്റെ ആദ്യത്തെ ആ ഘട്ടത്തിൽ തന്നെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവര് ആ കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാനും then these contact perhaps ആ ഒരു കോണ്ടാക്ട് എന്ത് ചെയ്യുന്നു? perhaps can help him in succeeding effort. കണ്ടോ? അതായത് ഒരു കാൻഡിഡേറ്റിന്റെ ആദ്യ ജോലിയുടെ അന്വേഷണത്തിൽ തന്നെ നിരസിക്കപ്പെട്ടാൽ ആ ഒരു കോണ്ടാക്ട് അദ്ദേഹത്തിന്റെ വിജയകരമായിട്ടുള്ള ശ്രമങ്ങൾക്ക് എന്താണ്? സഹായകമാണ്. അപ്പൊ ആ ഒരു കോണ്ടാക്ട് ഇപ്പൊ എംപ്ലോയർ ആയിട്ടാണെങ്കിലും ഇന്റർവ്യൂവർ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാൻഡിഡേറ്റ്സുമായിട്ടൊക്കെ നമുക്കൊരു കോണ്ടാക്ട് ഉണ്ട്. അത് അവന്റെ പിന്നീടുള്ള ശ്രമങ്ങൾക്ക് കണ്ടോ അതിന് വിജയിക്കാൻ സഹായകമാകുന്നു. അപ്പൊ അത്രയും കാര്യങ്ങളാണ് അവിടെ 3 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഒരു ഇന്റർവ്യൂവിലൂടെ ജോബ് സീക്കേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജുകളാണ് കിട്ടുന്നത്?
ഒന്നാമത്തെ എന്താ ഇന്റർവ്യൂയുടെ ഒരു നല്ലൊരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടും അല്ലെ. തൊഴില് നമുക്ക് ആ ഇന്റർവ്യൂയിലൂടെയാണ് നമുക്കൊരു ജോലി കിട്ടുന്നത് അല്ലെ. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്താണ് ആ നമ്മളെ ഇന്റർവ്യൂവില് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളത് ഷെയർ ചെയ്യും, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയും, പല കാര്യങ്ങള് കോമ്പൻസേഷൻ അലവൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എന്താ നമുക്ക് ആ ജോലി അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കാനായിട്ട് കാൻഡിഡേറ്റ്സിനെ സഹായിക്കും ഇന്റർവ്യൂ. പിന്നെ അടുത്തതാണ് എന്താണ് ഹെൽപ്പ് ജോബ് സീക്കേഴ്സ് ടു ഇൻക്രീസ് ദ കോണ്ടാക്ട്. ഒരു കോണ്ടാക്ട് വർദ്ധിക്കാനായിട്ട് ജോബ് സീക്കേഴ്സിന് സഹായകമാകും. ക്ലിയർ ആണോ? ഓക്കെ, ഇനിയപ്പോ അഡ്വാൻറ്റേജ് നമ്മൾ രണ്ടുപേർക്കിടെയും പറഞ്ഞു കേട്ടോ. എംപ്ലോയറിന് അഡ്വാൻറ്റേജ് എന്താണ്, ജോബ് സീക്കേഴ്സിന് അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു. അപ്പൊ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഡിസഡ്വാൻറ്റേജുകളും കാണും അല്ലെ. എന്തെങ്കിലും പോരായ്മകളും അവിടെ ഉണ്ടല്ലോ. വേറെ ഇന്റർവ്യൂവിലുള്ള ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകൾ അതിലൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂവിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഒന്നാമത് നോക്കി, എക്സ്പെൻസീവ്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്താ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഇതൊരു എക്സ്പെൻസീവ് ആണ്, ചെലവേറിയ കാര്യമാണ്. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. ഇന്റർവ്യൂ എന്താണ്? എക്സ്പെൻസീവ് ആണ്. EXPENSIVE, എക്സ്പെൻസീവ്, ചെലവേറിയ കാര്യമാണ്. The biggest disadvantage of an interview is that it is expensive in the terms of time and money. അല്ലേ? ഒത്തിരി സമയം വേണം ഇന്റർവ്യൂ നടത്താൻ. ഒരു 100 പേർക്ക് ഒരു ഇന്റർവ്യൂ പറയുകയാണെങ്കിൽ അത് നടത്താൻ അധികം സമയം വേണം, പൈസയും വേണം. അതുകൊണ്ട് രണ്ട് കാര്യത്തിലും ടൈം ആൻഡ് മണി ഇതിന്റെ കാര്യത്തില് ഇന്റർവ്യൂ എക്സ്പെൻസീവ് ആണ്. ഒന്നാമത്തെ പോയിന്റ് ചെറുതായിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ എക്സ്പെൻസീവ് ആണ്. രണ്ടാമത്തെയാണ് സബ്ജക്റ്റീവ്. സബ്ജക്റ്റീവ് ആണ്, അതായത് നമ്മുടെ ഒരു സ്വന്തം വ്യക്തികളുടെ ചിന്തകൾക്ക് എന്താണ് അത് ഒരു ചിന്തകൾക്കും നമ്മുടെ ആ ഒരു ഇതിനും പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ പേഴ്സണൽ ഇന്റർവ്യൂ ഒക്കെ ആണെങ്കിലേ നോക്കി സബ്ജക്റ്റീവ് ആണ്. സംടൈംസ് there are chances of personal biases. കണ്ട, വ്യക്തിപരമായിട്ടുള്ള ബയാസുകൾ, ബയാസ് എന്ന് പറഞ്ഞാൽ പക്ഷഭേദങ്ങൾ ഉണ്ടാവാം. In the case of personal interview, personal interviewന്റെ കേസില് ഒരു പേഴ്സണൽ ബയാസസ് ഉണ്ടാക്കാം, വ്യക്തിപരമായിട്ടുള്ള പക്ഷഭേദങ്ങൾ ഉണ്ടാക്കാം. This problem also take place if the investigators are doing partially എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമല്ലാതെ ഭാഗികമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആർ ഡൂയിങ് പാർഷ്യലി ആൻഡ് ആർ ട്രൈ ടു ലീവ് ദ പോസിബിൾ ആൻസേഴ്സ് ടു ദ കാൻഡിഡേറ്റ്സ്. അതുപോലെ തന്നെ എന്താണ് പോസിബിൾ സാധ്യമായിട്ടുള്ള ആൻസേഴ്സ് കാൻഡിഡേറ്റ്സിനെ ലീക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു എന്താണ് പാർഷ്യലി ആയിട്ടുള്ള കാര്യങ്ങള് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ് അതൊരു വലിയ പ്രശ്നമാണ്, പ്രത്യേകിച്ച് പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ കാര്യത്തില്. വ്യക്തിപരമായിട്ടുള്ളതാണ്, പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. അപ്പൊ ഇവിടെ ആരാണ് ജസ്മിനി ഉണ്ടെന്ന് എന്നോട് നേരത്തെ പറയുകയാണ്. അപ്പൊ ഞാൻ അതിനകത്ത് ഇന്റർവ്യൂവർ ആയിട്ട് ഞാൻ അവിടെ ഉണ്ട്. മിസ്സേ എനിക്ക് ഉണ്ട് കേട്ടോ ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോ എന്റെ ക്ലാസ്സിലെ കുട്ടിയാകുമ്പോ എനിക്കൊരു ചെറിയൊരു ഇതുണ്ടാവില്ലേ അവരോട് അല്ലെ. അപ്പൊ വേണമെങ്കിൽ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാം ഇല്ലേ. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കണ്ടോ, സബ്ജക്റ്റീവ്. അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമ്മൾ പല സ്ഥലത്തും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ. ഇപ്പൊ നമ്മുടെ ആരെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇന്റർവ്യൂവിന് വരുന്നുണ്ട്, ഞാനൊരു ഇന്റർവ്യൂവർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. നല്ല കൃത്യമായിട്ട് ചെയ്യേണ്ട ആൾക്കാരൊന്നും ചെയ്യില്ല കേട്ടോ, പക്ഷെ അങ്ങനെയും കൂടി ഒരു ഇതുണ്ട്, ഒരു സബ്ജക്റ്റീവ് നേച്ചർ ഉണ്ടോ. ഓക്കെ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അങ്ങനെ എന്താണ് പാർഷ്യലി ആയിട്ട് ചെയ്യും ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, പാർഷ്യലി പക്ഷപാതപരമായിട്ടുള്ള കാര്യങ്ങള് ഭാഗികമായിട്ട് കാര്യങ്ങൾ ചെയ്യാണ്. അതുപോലെ തന്നെ പോസിബിൾ ആൻസേഴ്സ് കാൻഡിഡേറ്റ്സിന് ലീക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്, പ്രത്യേകിച്ച് പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ കാര്യത്തില്. പിന്നെ മൂന്നാമത്തെ നോക്കിയേ, സബ്ജക്ട് ടു ബയാസ് ആൻഡ് പേഴ്സണൽ ട്രെയിറ്റ്. എന്തിനുള്ള പക്ഷപാതങ്ങൾക്കുള്ള പേഴ്സണൽ ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകള്, ട്രെയിറ്റ്സ് എന്ന് പറഞ്ഞ സ്വഭാവ സവിശേഷതകൾ അതിനൊരു കാരണമാണെന്ന്. Another disadvantage is that sometimes an interview gets affected negatively by the manner in which the questions are asked by the interviewer.
കണ്ടോ? അതായത് എന്താ ചിലപ്പോ നമ്മുടെ ഇന്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യങ്ങളില്ലേ, ചോദിക്കുന്ന രീതി, അതിൽ ചിലപ്പോ വ്യത്യാസം വരാം. ഹിസ് വേ ഓഫ് ഇന്ററാക്ഷൻ, കണ്ടോ? അദ്ദേഹത്തിന്റെ ആശയവിനിമയ രീതി. ഫോൾസ് റെക്കോർഡിംഗ്, തെറ്റായിട്ടുള്ള റെക്കോർഡിംഗ്. ഇപ്പൊ ഞാനെല്ലാത്തിനും ആൻസർ പറഞ്ഞു, പക്ഷെ ആ ഇന്റർവ്യൂവർ അവിടെ നോട്ട് ചെയ്തെടുക്കുന്ന കാര്യം, അതിൽ വല്ല പിശക് വന്നാൽ എനിക്ക് ആ സെലക്ഷന്റെ എന്റെ ചാൻസ് പോയില്ലേ? കണ്ടോ? ഫോൾസ് റെക്കോർഡിംഗ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ബൈ ദ റെസ്പോണ്ടൻസ് റോങ് പെർസെപ്ഷൻ. കണ്ടോ? അവരുടെ തെറ്റായ ധാരണ, പ്രതികരിക്കുന്ന ആളുടെ തെറ്റായിട്ടുള്ള ധാരണ, ഡിഫക്റ്റീവ് മെമ്മറീസ്, വികലമായിട്ടുള്ള ഓർമ്മകള്, ലാക്ക് ഓഫ് എക്സ്പ്രഷൻ, അല്ലെ, എക്സ്പ്രഷന്റെ കുറവ്, ഈ കാര്യങ്ങളെല്ലാനും ഒരു ഇന്റർവ്യൂവിനെ ബാധിക്കുന്നു. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്, നെഗറ്റീവായിട്ട് ബാധിക്കുന്നു ഇങ്ങനെയുള്ളത്. അപ്പൊ ഇന്റർവ്യൂവറിന് എന്താണ്, ഇന്റർവ്യൂവർ ആ ചോദിക്കുന്ന രീതി, ഇപ്പൊ എന്നോട് ചോദിച്ച രീതിയായിരിക്കും വേറൊരാളോട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിലും നമ്മൾ അസസ് ചെയ്യണേല് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മള് അവരുടെ ആ ഇന്ററാക്ഷന്റെ മാർഗം, ഫോൾസ് റെക്കോർഡിംഗ്, ഇപ്പൊ ആൻസർ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ നോട്ട് ചെയ്യണമല്ലോ. ഇന്റർവ്യൂവിന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാവരും എന്താണ്, ഇന്റർവ്യൂവിനെ ബാധിക്കും. പിന്നെ അടുത്തതാണ് ഡിഫിക്കൽറ്റി ഇൻ അനാലിസിസ്, അനലൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്ന്. ഒരു ഇന്റർവ്യൂ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. The result of an interview are very difficult to be analyzed because of the subjective nature of the information as well as distortion in the communication. Distortion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികലത, അതായത് വ്യക്തിപരമായിട്ടുള്ള വികാരങ്ങൾ, അഭിപ്രായങ്ങൾ, കാഴ്ചപ്പാടുകള്, ഇങ്ങനെയുള്ള, അതാണ് സബ്ജക്റ്റീവ് നേച്ചർ. അപ്പൊ അതില് എന്താ പറയാ, ഒരു വികലത ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്കത് അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. അതായത് ആ ഇന്റർവ്യൂവറുടെ അനാലിസിസ്, അതിന്റെ വിശകലനം ബുദ്ധിമുട്ടാണെന്ന്. ഇന്റർവ്യൂവിന്റെ ദ റിസൾട്ട് ഓഫ് ദ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് ഇല്ലേ, അത് അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. ഓക്കെ, ഇതാണ്. The result of an interview are very difficult to be analyzed because എന്തുകൊണ്ടാ സബ്ജക്റ്റീവ് നേച്ചർ കാരണം. ഇപ്പൊ ഞാൻ നോട്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളല്ലേ അവിടെ അസസ് ചെയ്യുള്ളൂ. ഇനി ഞാനും ആ കുട്ടി പറഞ്ഞാലും എല്ലാം നോട്ട് ചെയ്യാതെ എന്റെ പേരിൽ വന്നാണെങ്കിലും എന്താണ്, ആ കുട്ടിയുടെ സെലക്ഷന്റെ അതങ്ങ് പോയി. അതാണ് സബ്ജക്റ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന വികലത, സബ്ജക്റ്റീവ് നേച്ചർ ഓഫ് ദ ഇൻഫർമേഷൻ, ഇതെല്ലാം എന്ത് കാരണം ആ ഇന്റർവ്യൂ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കാം. അതൊരു പ്രശ്നമാണ്, ഡിസഡ്വാൻറ്റേജ് ആണ്, ഡിഫിക്കൽറ്റി ഇൻ അനാലിസിസ്. അടുത്ത നോക്കിയേ, ഇൻഎഫക്റ്റീവ് ഇൻ സം ഏരിയ. ചില ഏരിയകളിലെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അത് ഇൻഎഫക്റ്റീവ് ആണ്, അത്ര പ്രയോജനമല്ല. Face to face interview are often incapable of gathering personal and financial information. Face to face interview എന്ന് പറഞ്ഞാൽ incapable ആണെന്ന്, കഴിവില്ല. പേഴ്സണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പൂർണ്ണമായിട്ട് ഗ്യാദർ ചെയ്യാനായിട്ട് കഴിവില്ലാത്തതാണ് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ. സച്ച് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ മേ ബി ഒബ്റ്റൈൻഡ് ത്രൂ മെയിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, അപ്പൊ അതിന് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ കഴിവില്ലാന്ന്. പേഴ്സണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പൂർണ്ണമായിട്ടും ശേഖരിക്കാനായിട്ട് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിന് കഴിവില്ല. അപ്പൊ അത് ശേഖരിക്കുന്നത് ഏതാ, സച്ച് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ മേ ബി ഒബ്റ്റൈൻഡ്, ഏതെങ്കിലും ലഭിക്കുന്നേ ത്രൂ മെയിൽ ക്വസ്റ്റ്യനേഴ്സിൽ കൂടെയോ, especially if there is no compulsion to sign it. പ്രത്യേകിച്ച് അതിൽ സൈൻ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം ഇല്ലെങ്കിൽ. ഇപ്പൊ മിക്ക ഇതും കഴിഞ്ഞിട്ട് നമ്മളെ ലാസ്റ്റ് ഒരു സിഗ്നേച്ചർ ഉണ്ട്, നമ്മളത് ഉറപ്പാണെന്ന് പ്രൂഫ് ചെയ്യാനാണ് ആ സിഗ്നേച്ചറും കൂടി പറയുന്നത്. അതിനകത്ത് സൈൻ ചെയ്യാൻ നിർബന്ധം ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയുന്നത്, ചില ഏരിയകളില് ഇന്റർവ്യൂ അത്ര എഫക്റ്റീവ് അല്ല, ഇൻഎഫക്റ്റീവ്, അത് പ്രയോജനപ്രദമല്ല. ഉണ്ടോ? ഇന്റർവ്യൂ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞേക്കണത്, അത് പേഴ്സണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പൂർണ്ണമായിട്ടും ഗ്യാദർ ചെയ്യാൻ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ എന്താണ്, ഇൻകാപ്പബിൾ ആണ്, അതിന് കഴിവില്ല. അതൊരു നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാം, ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം.
പിന്നെ അടുത്ത ആറാമത്തെയാണ് റെക്കോർഡിംഗ് കോംപ്ലക്സിറ്റീസ്, റെക്കോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്ന്. ആൻഡ് ഇന്റർവ്യൂ ഹാസ് എ ഡിസഡ്വാൻറ്റേജ് ആസ് ഇറ്റ് കോസസ് പ്രോബ്ലം ഓഫ് റെക്കോർഡിംഗ് ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സ് പറയുന്ന ഇൻഫർമേഷൻസ് അത് കളക്ട് ചെയ്യാനായിട്ട് ആ റെക്കോർഡിംഗ് ഒക്കെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു പ്രശ്നം ഉണ്ടെന്നത്. For this purpose there is no proper facility. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പ്രത്യേകം ഫെസിലിറ്റി ഒന്നുമില്ല. Note taking is supposed to be distraction for both the interviewee and the interviewer as it interrupts the flow of conversation. പിന്നെ നോട്ട് ടേക്കിംഗ്, അപ്പൊ അതായത് നമ്മളിപ്പോ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്റർവ്യൂവർ ഓരോന്ന് രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ആ ഇന്റർവ്യൂവിന്റെ ഇടയിൽ അല്ലെ, ഇന്റർവ്യൂക്കും ഇന്റർവ്യൂവിന് ഇടയിൽ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും അല്ലെ. നമ്മളിപ്പോ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക, അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യം നോട്ട്, നിങ്ങൾ അങ്ങനെ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോ ചിലപ്പോ എഴുതിയെടുക്കുമ്പോ അതിന്റെ കണ്ടിന്യൂറ്റി ചിലപ്പോ കിട്ടണമെന്നില്ല അല്ലെ. അതാണ് വെറുതെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ പറയുന്നത്. ചിലപ്പോ നോട്ടൊക്കെ ആവുമ്പോഴേ, അതായത് അവര് ആ ഇന്റർവ്യൂവറും ഇന്റർവ്യൂവറും ആ ഇന്റർവ്യൂവില് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നോട്ട് അത് നോട്ട് ചെയ്യുക, ഇന്റർവ്യൂവർ അത് നോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ സംസാരത്തിന് ആ കോൺവെർസേഷന് ഇടയിൽ ഒരു തടസ്സം ഉണ്ടാകും. കണ്ടോ, അതാണ് ആ റെക്കോർഡിംഗ് കോംപ്ലക്സിറ്റീസ്. കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള കറക്റ്റ് ഫെസിലിറ്റി അവിടെ ഇല്ല എന്നുള്ളത് ഒരു ഇന്റർവ്യൂവിന്റെ ഡിസഡ്വാൻറ്റേജ് തന്നെയായിട്ട് പറയാം നമുക്ക് കേട്ടോ. റെക്കോർഡിംഗ് കോംപ്ലക്സിറ്റീസ്, കറക്റ്റ് ആയിട്ടുള്ള ഇത് റെക്കോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അടുത്ത് നോക്കി ഏഴാമത്തെ എന്താ, ഡിമാൻഡ്സ് സ്കിൽഡ് ഇന്റർവ്യൂവേഴ്സ്. സ്കിൽഡ് ആയിട്ടുള്ള നല്ല കഴിവുള്ള ഇന്റർവ്യൂവറിന്റെ ഡിമാൻഡ്. ആർക്കെങ്കിലും വന്ന് ഇന്റർവ്യൂ ഒന്നും ചെയ്യാൻ പറ്റൂല, അതിന് കറക്റ്റ് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ വേണം. അപ്പൊ അവർക്കുടെ കുറവെന്ന്. An interview requires a set of highly skilled interviewers. കണ്ടോ, ഒരു നല്ല ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവർ വേണം. ഇന്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. An interview requires a set of highly skilled interviewer whose availability is limited. കണ്ടോ, അവരുടെ ലഭ്യത വളരെ ലിമിറ്റഡ് ആണെന്ന്. And the time and cost spent on their training and development is high. ഇനി അവരെ ട്രെയിനിങ് ചെയ്ത് ശരിയാക്കി എടുക്കാന്ന് പറയുമ്പോൾ ചെലവാക്കുന്ന ആ കോസ്റ്റും ടൈമും ഒക്കെ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണത് അതിനൊരു എന്താണ് നമ്മൾ കൂടുതലാകുമെന്ന്. കണ്ടോ, അപ്പൊ അതായത് നല്ല കഴിവുള്ള ഇന്റർവ്യൂവേഴ്സിന്റെ ഡിമാൻഡ് ആ ഒരു കുറവ്. ഡിമാൻഡ്സ് സ്കിൽഡ് ഇന്റർവ്യൂവേഴ്സ്, അതും ഇന്റർവ്യൂവിന്റെ ഒരു പ്രശ്നമാണ്, ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ, ഇന്റർവ്യൂ എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണല്ലേ. എല്ലാവരും ഒന്നും അതിനൊന്നും വില്ലിങ് ആവില്ല. വെച്ച് നല്ലൊരു ടാസ്ക്, റിസ്കി ജോബ് തന്നെയാണ് ഒരു ഇന്റർവ്യൂവർ ആയിട്ട് ഇരിക്കുക, ഇന്റർവ്യൂ ചെയ്യുക എന്നുള്ള കാര്യം. അപ്പൊ അത് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവർ വേണം. പക്ഷെ അവരുടെ അവൈലബിലിറ്റി, ലഭ്യത വളരെ കുറവാണ്. കണ്ടോ, അപ്പൊ ഇനി അവരെ ട്രെയിനിങ് ചെയ്യുക, അതിനുവേണ്ടി ചെലവാക്കുന്ന സമയം, കോസ്റ്റ്, ഇതെല്ലാം കൂടുതലായിരിക്കും. അപ്പൊ അത്രയാണ് ഡിസഡ്വാൻറ്റേജ്. ആ മെയിൻ പോയിന്റ്സുകൾ ഒന്ന് നോക്കി വെച്ചേനെ കേട്ടോ. അവിടെ എന്തൊക്കെയാണ് ഒരു ഇന്റർവ്യൂ കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഹൈലി എക്സ്പെൻസീവ് ആണ്, വളരെ ചെലവേറിയതാണ്, സബ്ജക്റ്റീവ് നേച്ചർ ആണ്. പിന്നെ അടുത്ത സബ്ജക്റ്റ് ടു ബയാസ് ആൻഡ് പേഴ്സണൽ ട്രൈറ്റ്. ബയാസ് പക്ഷഭേദമാണ് കേട്ടോ. അതിന്റെ പേഴ്സണൽ ട്രൈറ്റ്, വ്യക്തിപരമായിട്ടുള്ള സ്വഭാവ സവിശേഷതകള്. പിന്നെ അടുത്താണ് അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽറ്റി ഇൻ അനാലിസിസ്, അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ചില ഏരിയകളില് ഇൻഎഫക്റ്റീവ് ആണ്, പ്രയോജനപ്രദമല്ല. ഇന്റർവ്യൂ എല്ലായിടത്തും ഒരുപോലെ ഇതല്ല, ചില ഏരിയകളില് ഇൻഎഫക്റ്റീവ് ആണ്. പിന്നെ അത് റെക്കോർഡിംഗ് കോംപ്ലക്സിറ്റീസ് ഉണ്ട്. അതായത് ഇന്റർവ്യൂ ഈ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ള ഒരു ഫെസിലിറ്റി അവിടെ പ്രോപ്പർ ഫെസിലിറ്റി ഇല്ല. അപ്പൊ അങ്ങനെ ഇന്റർവ്യൂവർ അത് നോട്ട് ചെയ്തെടുക്കുമ്പോൾ അവരുടെ ആ കോൺവെർസേഷന്റെ ഇടയിൽ ഒരു ഇന്ററാക്ഷൻ, ഒരു തടസ്സം അവിടെ ഉണ്ടാകാം. ഇന്ററപ്റ്റ്സ് ദ ഫ്ലോ ഓഫ് കോൺവെർസേഷൻ. പിന്നെയാണ് അടുത്ത പോയിന്റ് ആണ്, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഡിമാൻഡ്സ് സ്കിൽഡ് ഇന്റർവ്യൂവേഴ്സ്. സ്കിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവറിന്റെ ഡിമാൻഡ്സ്. ഓക്കെ, ഫിസിക്കൽ എക്സാമിനേഷൻ മുതൽ നമ്മൾ എടുത്തതാണ് അല്ലേ, എടുത്തല്ലേ? ഫിസിക്കൽ എക്സാമിനേഷൻ മുതൽ ആദ്യം എടുത്താണ്. പിന്നെ ഞാൻ കുറച്ച് മിസ്സിന്റെ ആ ഒരു സെക്ഷനിലേക്ക് ഞാൻ വന്നതാണ്. ഇനിയിപ്പോ നമ്മുടെ അപ്പൊ ഈ സെക്കൻഡ് ചാപ്റ്റർ അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഫുൾ ആയിട്ട്. മിസ്സിന്റെ കഴിഞ്ഞില്ലേ? മിസ്സിന്റെ കഴിഞ്ഞോ? മിസ് എടുത്തോണ്ടിരുന്നത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നാളെ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എക്സാമിന്റെ ഫസ്റ്റത്തെ എക്സാമിന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ചാപ്റ്ററിന്റെ എക്സാമിന്റെ ടൈം ടേബിൾ വന്നോ? നിങ്ങളുടെ കയ്യിൽ കിട്ടിയോ? ടൈം ടേബിൾ വന്നിട്ടില്ലേ? യെസ്, 8-ാം തീയതി ആണോ?
8-ാം തീയതിക്കാണോ ടൈം ടേബിൾ വന്നേക്കുന്നത്? യെസ്, 8-ാം തീയതിക്കാണ് അല്ലെ? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നാളെ എന്റെ ക്ലാസ് ഉണ്ട്, പിന്നെ വെള്ളി അങ്ങനെയൊക്കെ ബുധനാഴ്ച ക്ലാസ് ഉണ്ട്, വ്യാഴം വെള്ളിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ ഇവിടെ നിന്ന് തരും. എന്തായാലും നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ, എന്റെ ക്ലാസ് ഉണ്ട്, മറ്റന്നാളും ഉണ്ട്, ഒരാഴ്ചയുണ്ട്, അത് ഉറപ്പാണ്. അപ്പൊ നാളെ നമ്മൾ അന്ന് റിവിഷൻ നോക്കാന്ന് പറഞ്ഞില്ലേ, അപ്പൊ നാളെ ഞാൻ ഈ ചാപ്റ്ററിന് നമ്മൾ എടുത്ത സെക്ഷനിലൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് റിവിഷൻ ആയിട്ട് തരാം കേട്ടോ നാളത്തെ ക്ലാസ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു പോകാം കേട്ടോ നാളത്തെ ക്ലാസ്സിൽ. ഓക്കെ, ഞാൻ ക്ലാസ് വൈകിട്ട് ചെയ്യണം. അപ്പൊ ഇന്നങ്ങനെ ഞാൻ തീർത്തതാണ്. അപ്പൊ നാളെ 1 മണിക്കൂർ ഫുള്ള് നമുക്ക് റിവിഷന് കിട്ടുമല്ലോ. നമുക്ക് അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കാം ഒരുവിധമൊക്കെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.